ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ആ ബെല്ലൈക്കണൊന്ന് അമർത്തി ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ 14/5/25 കഥ കേൾക്കാം. എന്താണെന്ന് അങ്ങനെ അബിയും നയനിയും നവ്യയും കനകയും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പറയും, അബി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് പറയുമ്പോൾ, എനിക്കറിയില്ല നവ്യ, കാരണം അവിടെ പറയുന്നുണ്ട്, പിന്നെ ഏട്ടൻ പറയുന്നുണ്ട് ഡിവോഴ്സ്, നയനെടുത്തിയ ഡിവോഴ്സ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം പിന്നെ അതാണിപ്പോൾ അവിടെ സംസാരം നടക്കുമ്പോൾ ഡിവോഴ്സോ അതിന് മാത്രം ഇപ്പം എന്താ ഉണ്ടായേ ചോദിക്കുകയാണ്. അപ്പോൾ നയനൊക്കെ ആകെ ഞെട്ടാണ്, നയനയും കനകയും നവ്യൊക്കെ ആകെ ഞെട്ടാണ് ഡിവോഴ്സിനെ പറ്റി പറയുമ്പോൾ. അപ്പോൾ പറയും, ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഏട്ടൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞത്, നീ നിൻ്റെ കുടുംബം നേരാവണ്ണം കൊണ്ട് നടക്കാൻ നോക്കുക, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ അനിയോട് ചോദിച്ചപ്പോൾ എനിക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. അനിയും എന്തൊക്കെയായാലും ഏട്ടൻ്റെ കൂടെ, അപ്പോൾ എനിക്കറിയാം എന്നുള്ളതിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അനി ഇല്ല, എനിക്കും അറിയില്ല, അനിയും ഏട്ടൻ എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അങ്ങനെ അവിടെ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് സപ്പോർട്ട് പിന്നെ ചിന്തിക്കുന്നത്. കാരണം മുത്തശ്ശിയൊക്കെ എടുത്തേക്ക് അറിയാമല്ലോ, നേരെടുത്തിയ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ അവരും കൈമലർത്തി കാണിക്കുകയാണ്. ഏട്ടൻ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, അല്ലാണ്ട് അമ്മയോ പിന്നെ ചെറിയമ്മയൊന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല ഇങ്ങനെ ചെയ്യേണ്ട. അമ്മാവന്മാരും എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടതെന്നൊക്കെയാണ് പറയുക കേട്ടോ അബി. അപ്പോൾ അതിലറിയാം, അതിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അവിടെ എന്നറിയാം. പണ്ട് ഞാനായിരുന്നു മോശം, അബി പറയുന്നത്, ഞാനായിരുന്നു മോശമായിട്ടും നവ്യോട് പെരുമാറിയിരുന്നത്. ഇപ്പോൾ ഞാൻ കുറേ മാറിക്കഴിഞ്ഞപ്പോൾ ഇതപ്പോൾ ഏട്ടനൊന്ന് എന്നെ എടുത്തിയായി പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കണമെങ്കിൽ കാര്യം കുറച്ച് ഗുരുതരമാണല്ലോ. അപ്പോൾ അവർ പറയും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം. അപ്പോൾ എന്നിട്ട് നവ്യനെ വിളിച്ചിട്ട് അവൻ അങ്ങടെ അകത്തേക്ക് പോകണ്ട, നീ വാ പറഞ്ഞിട്ട് നവ്യനെ വിളിച്ചിട്ട് അബി അകത്തേക്ക് പറയും, മോളെ നീ പിന്നെ പെട്ടെന്ന് എടുത്ത് ചാടിയൊരു തീരുമാനം എടുക്കണ്ടായിരുന്നു, നീ അവിടെ എഴുതി വെച്ച് പോകുന്നത് ശരിയായില്ല, കുറച്ചും കൂടെ ഒന്ന് കാക്കായിരുന്നു പറയും. അപ്പോൾ പറയും, അമ്മേ 10-30 ആൾക്കാർ താമസിക്കുന്ന വലിയൊരു വീടാണ്, ആ വീട്ടിൽ ഞാനൊരു മുറിക്കുള്ളിൽ ഒറ്റപ്പെട്ട പോലെ എങ്ങനെ കഴിയുക, ആകപ്പാടെ ആദർശേട്ടൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്നെ അവിടെ സപ്പോർട്ട് ചെയ്യാനുള്ളത്, അതും ആരും കാണുകയും ഞങ്ങൾക്ക് സംസാരിക്കാനും പറ്റില്ല, അപ്പോൾ ആരോടും മിണ്ടാണ്ട് ഞാൻ എങ്ങനെയാണ് അവിടെ കഴിയാമേ, അതൊക്കെ എനിക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്, മരണത്തിന് തുല്യമാണ് ആ വേദന, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നോക്കാം നമുക്ക് എന്തായാലും, പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഡൈവേഴ്സിനെയൊക്കെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകെപ്പാടെ സങ്കടപ്പെടുമ്പോൾ വിഷമിക്കാതിരിക്കുക, എന്തെങ്കിലും ഒരു വഴി കാണും എന്നൊക്കെ പറയും. അച്ഛനും പറഞ്ഞിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണാം എന്നുള്ളതാണ് കനകയും പറയും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ദേവയാനി ആകെപ്പാടെ സങ്കടപ്പെട്ട് ഭയങ്കര വിഷമമായിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ് റൂമിൽ. ഇനി ഇതെന്താണ് ചെയ്യുന്നത് കരയായിരുന്നിട്ട്. അങ്ങനെ അടുത്തേക്ക് ചിലപ്പോൾ ആദർശൻ എന്തോ ലാപ്ടോപ്പിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി ചെല്ലുന്നത്. അപ്പോൾ ദേവയാനി എന്നിട്ട് ചോദിക്കും, അല്ല ആദർശൻ നീ എന്താ തീരുമാനിച്ചു ചോദിക്കുമ്പോൾ, ഞാനെന്ത് തീരുമാനിക്കാൻ, ഞാനൊന്നും തീരുമാനിക്കില്ല, എന്തായാലും അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല അറിയാം. അപ്പോൾ നീ എന്തുകൊണ്ടാണ് നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്, നിനക്ക് പിന്നെ നിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ നമുക്കറിയില്ലേ, എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കിപ്പോൾ അമ്മ വെറുതെ ഇനി പറയണ്ട, എനിക്ക് അവളില്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല എന്ന്, എനിക്ക് നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റും, എനിക്കിപ്പോൾ അവളില്ലെങ്കിലും സുഖമായിട്ട് എനിക്ക് ഉറങ്ങാനൊക്കെ പറ്റും, പിന്നെ എനിക്കായിട്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നീ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, നിന്നെ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ, നമ്മളുടെ ജ്വല്ലറി ഇത്രയും ഇതിലെത്തിച്ചത് അവളല്ലേ എന്നൊക്കെ പറയുക. പണ്ടൊരു നല്ല കോമ്പറ്റീഷൻ നടന്നത്, ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ, കാരണം ടോപ്പിലെത്തിക്കഴിഞ്ഞു, അപ്പോൾ അത് അവൾ കാരണമാണ് എന്നൊക്കെ പറയുക. അപ്പോൾ അത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ, ഇനിയിപ്പോൾ അവളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ തന്നെ നടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, പിന്നെ നീ നീ എന്നിട്ട് നിൻ്റെ തീരുമാനം, എൻ്റെ തീരുമാനം അവൾ ഡൈവേഴ്സ് ചെയ്യുന്നതാണ്, ഞാനൊരു അഡ്വക്കേറ്റിനെ കാണാൻ പോവുകയാണ്, ഞാനവൾക്ക് പിന്നെ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ദേവയാനി ഞെട്ടുക. അപ്പോൾ പറയും, നീ എന്ത് തീരുമാനിച്ചിട്ടാണിത്, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, പിന്നെ ഇതുവരെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട്, അച്ഛൻ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നതല്ലേ, അപ്പോൾ അവർക്കൊക്കെ അത് പിന്നെ പ്രശ്നമാവില്ല എന്ന് പറയുമ്പോൾ, ഇത് എൻ്റെ ജീവിതമാണ്, എൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്നൊരു പെൺകുട്ടിയാണ് അവളെ എനിക്ക് വേണ്ട, എൻ്റെ ജീവിതത്തിൽ വേണ്ട, അതുകൊണ്ട് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യണു, അതിനിപ്പോൾ അത് ആരുടെയും കുറ്റമൊന്നുമില്ല, നമുക്ക് നമ്മുടെ കൂടെ താമസിക്കാൻ പറ്റാത്ത ആളെ നമുക്ക് ഡൈവേഴ്സ് ചെയ്യാം, അത്ര തന്നെ ഉള്ളൂ, അവൾ വിശ്വാസവഞ്ചന കാണിച്ചു എന്നോട്, അവളെ വിശ്വസിക്കാൻ പറ്റാത്ത പെൺകുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, നീ എന്ത് വിശ്വാസവഞ്ചനയാണ് നിന്നോട് അവൾ കാണിച്ചത്, പിന്നെ
എനിക്കറിയില്ല അവൾ നിന്നോട് എന്ത് വിശ്വാസവഞ്ചനയെ കാണിച്ചെന്നുള്ളത്. അത് അമ്മയ്ക്ക് അറിയില്ല, എനിക്കറിയാം അവൾ എന്താ ചെയ്തതെന്നുള്ളതെന്നൊക്കെ പറയാം. അങ്ങനെ അങ്ങോട്ടും മകനും അമ്മയും കൂടെ ഭയങ്കര തർക്കം നടക്കുക. അപ്പോൾ പറയടാ, പിന്നെ നയനമോളെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയതാണ് ഭാഗ്യം. നയനമോളോ എന്ന് ചോദിക്കുക. പറയുക, നിന്നേക്കാൾ ഇളയതല്ലേ, നിങ്ങളൊന്നിപ്പോൾ മോളേന്ന് വിളിച്ചുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും, പിന്നെ എനിക്ക് അവളിവിടെ വേണം, അവളിവിടെ ഇല്ലാണ്ട് പറ്റില്ല, കാരണം എനിക്കും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. അവളെപ്പോലെ ഒരു പിന്നെ അവളെ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഇതും മറന്ന് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, അതുകൊണ്ട് അപ്പോൾ എനിക്കെല്ലാം ഉറക്കം നഷ്ടപ്പെടുന്നത് ഇപ്പോൾ അമ്മയ്ക്കാണല്ലേ അറിയുമ്പോൾ അത് എനിക്ക് തന്നെയാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്, അവളില്ലാണ്ട് എനിക്കിപ്പോൾ പറ്റില്ല, നീ അവളെ പോയി വിളിച്ചിട്ട് വാ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, എനിക്ക് അത് തീരുമാനിക്കണമെങ്കിൽ എല്ലാവരോടും ചോദിക്കണം, അല്ലാണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് ഇനി അവളെ പോയി വിളിക്കാൻ പറ്റില്ല എന്നറിയാം. പറയാം, അതെന്താ നിൻ്റെ ഭാര്യയല്ലേ, നീ എന്തിനാ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നത്, നീ പോയി വിളിച്ചിട്ട് പറയും. അപ്പോൾ അറിയില്ല, എനിക്ക് എല്ലാവരോടും അഭിപ്രായം ചോദിക്കണം, അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ അങ്ങോട്ട് വന്നറിയും. അപ്പോൾ ദേവയാനി പാവം തോന്നും കേട്ടോ, ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മ വരും, താഴത്തേക്ക് വരും, എല്ലാവരും ഉണ്ടാവട്ടെ, താഴത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ദേവയാനിനെ വിളിച്ചിട്ട് മറ്റേ ആദർശ് താഴ്ത്തില്ല. അപ്പോൾ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അവർ പറയും, പിന്നെ മോളില്ലെങ്കിൽ ഇവിടെ ആരും ഇല്ല കേട്ടോ, ഇത് ആദർശിൻ്റെ, നമ്മളിപ്പോൾ ഈ ആദർശിൻ്റെ എല്ലാത്തിനും നിൽക്കുകയാണെങ്കിൽ അത് പ്രശ്നമാവില്ലേ എന്നൊക്കെ അവർ രണ്ടാളും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ആദർശ് ദേവയാനിനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മുത്തശ്ശ, പിന്നെ അമ്മ പറയുന്നത് നയനെ പോയി വിളിച്ചും കൊണ്ട് വരാനാണ് അറിയാം. അപ്പോൾ ഇങ്ങനെ ജയനും കൂടി അങ്ങനെ വരും. അപ്പോൾ പറയും, എനിക്കല്ല ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന അമ്മയ്ക്കാണ്, അമ്മയ്ക്ക് അവളില്ലാണ്ട് അവിടെ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്, അതുകൊണ്ട് അവളെ പോയി വിളിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത് അറിയാം. അപ്പോൾ പറയും, നിനക്ക് അപ്പോൾ പിന്നെ മുത്തശ്ശൻ പറയും, നിനക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാത്ത മരുമകളല്ലേ, പിന്നെ എന്തിനാണ് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്, കാരണം നീ ആദ്യം മുതലേ അവളോട് ദേഷ്യത്തിലല്ലേ സംസാരിച്ചതും പെരുമാറിയിരുന്നതൊക്കെ, പിന്നെ എന്തിനപ്പോൾ അവളെ വിളിച്ചും കൊണ്ട് ഇങ്ങോട്ട് വരുന്ന പറയുമ്പോൾ അതല്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ പറയും, എനിക്കിപ്പോൾ അവളില്ലാണ്ട് പറ്റില്ല, കാരണം അങ്ങനെ അവർ സത്യങ്ങൾ പറയാണ്. മറ്റേ നയനയും പിന്നെ എന്താ പറയുക ആദർശും പിന്നെ അതേപോലെ ഈ കരൾ കൊടുത്ത പെൺകുട്ടിയെ കണ്ടുപിടിച്ച ആ കഥയൊക്കെ ഇങ്ങനെ പറയുകയാണ്. നയനയാണ് എനിക്ക് കരൾ തന്നതെന്ന് പറയുമ്പോൾ ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, പാലിൽ വിഷം തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഞാൻ എൻ്റെ മോളെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ പോലും ഞാൻ അവളെ കാണാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളാരും പറഞ്ഞില്ല ആരാണ് എനിക്ക് കരൾ തന്നത്, നിങ്ങളാരും പറഞ്ഞതുമില്ല. അങ്ങനെ ഞാൻ അവസാനം അന്വേഷിച്ചിട്ട് കണ്ടെത്തി എനിക്ക് കരൾ തന്ന ആൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പതുക്കെ പിടിച്ച് കയറിയിട്ടാണ് എനിക്ക് മനസ്സിലായത് മോളാണ് എനിക്ക് കരൾ തന്നതെന്ന്. അതുകൊണ്ട് അവളോടുള്ള ആ ഇഷ്ടം കൊണ്ടാണ് ഞാൻ അവളെ അടുക്കളയിൽ പോലും കയറ്റേണ്ട, അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത് പറയാം. അപ്പോൾ അജയൻ പറയും, എന്നിട്ടും പിന്നെ എടുത്തി നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ അറിയും. അതെ, ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, കാരണം ആ സത്യം ഞാനറിഞ്ഞ സത്യം ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. കാരണം എനിക്ക് പിന്നെ എല്ലാം മനസ്സിലായി. പിന്നെ ആണ് ആൻമറിയ അവാർഡ് അത് ഞാനാണ് സംഘടിപ്പിച്ചത്. പക്ഷേ എന്നെക്കാളും അവൾ ബുദ്ധിയുള്ള കുട്ടിയല്ലേ, അവൾ എന്നെക്കാളും മുന്നേ മനസ്സിലാക്കിയിരുന്നു. പിന്നെ അവളും മനസ്സിലാക്കിയിരുന്നു എനിക്ക് അവളോട് ഇഷ്ടമാണെന്നുള്ളത്, അവളും കണ്ടുപിടിച്ചിരുന്നു. അന്ന് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ സത്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നത്. മോൾക്കറിയായിരുന്നു ഞാൻ അറിഞ്ഞ വിവരമൊക്കെ, കാരണം എൻ്റെ പെരുമാറ്റത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും പരസ്പരം എല്ലാവരും അറിഞ്ഞു. പക്ഷേ അങ്ങനെ മീഡിയയിലും മറ്റും വരരുതെന്ന് ഞാനാണ് അന്മരിയോട് പറഞ്ഞിട്ട് അത് പറഞ്ഞു. അതെന്തിനാണ് വയ്ക്കുമ്പോൾ പറയും, നിങ്ങളെല്ലാവരും എന്നെ കുറേ പറ്റിച്ചതല്ലേ, അപ്പോൾ നിങ്ങളാരും അറിയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ, നിങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ പറയും, നീ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പിന്നെ അത്രയും ക്രിട്ടിക്കലായി കിടക്കുന്ന സമയത്തും പോലും നിന്നോട് മോളാണ് കരൾ തന്നത്, മോളോട് ഞങ്ങൾ പറഞ്ഞത് കൊടുക്കണ്ട, ഇത് വേണ്ടാന്ന് പറഞ്ഞത്, എന്നിട്ടും അവൾ നിന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മോൾ നിനക്ക് ഇത് കരൾ ദാനമായിട്ട് തന്നത് മുത്തശ്ശൻ പറയുക. പക്ഷേ നീ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ചിലപ്പോൾ ആ സമയത്തും വേണ്ട എന്ന് പറയുമായിരുന്നു, അത് വേണ്ട, അവളുടെ ഒരു സഹായം വേണ്ടെന്ന് നീ പറയുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത്. മാത്രമല്ല നീ അന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട്
പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് എന്നെ തിരിച്ച് കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴും മോളാണ് അതിന് മുൻകൈ എടുത്ത് വന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അജയൻ പറയും അന്ന് ആ പാലിൽ വിഷം കലർത്തി തന്നത് ഇവിടെ ജാനകിയും ജലജയും കൂടെ പറഞ്ഞപ്പോൾ എടുത്തി അത് അവരുടെ കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. സത്യാവസ്ഥ ഒരിക്കലും എടുത്തി അന്വേഷിച്ചിട്ടില്ലെന്നറിയും. അറിയാം അജയ, എല്ലാം എനിക്ക് മനസ്സിലായിരുന്നു, പിന്നീടാണ് മനസ്സിലായത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും എല്ലാം എനിക്കറിയായിരുന്നു എൻ്റെ മോള്. എന്നിട്ട് നിന്നോടെല്ലാം തുറന്ന് ഞാനാണ് പറഞ്ഞത്, മോളോട് ആരോടും ഇപ്പോൾ ഒന്നും പറയണ്ടെന്ന് ഞാനാണ് പറഞ്ഞത്. അത് അവൾ അതുപോലെ അനുസരിച്ചു. നിന്നോട് ഇപ്പോൾ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് മോള് ഇവിടെ വന്നത്. പക്ഷെ നീ അവളോട് മിണ്ടാതിരിക്കുക ചെയ്ത്, അത് അവളെ വല്ലാണ്ട് വിഷമിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും അല്ലാതെ വേറെ ഒന്നുമില്ല, എനിക്ക് മോളില്ലാണ്ട് പറ്റില്ല, നീ അവളെ പോയി വിളിച്ചു, സത്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സംഭവം ഉണ്ടായത്, നിങ്ങൾ എന്നോട് കാണിച്ചതിന് ഞാൻ തിരിച്ച് കാണിച്ചു, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല, എനിക്ക് മോളില്ലാണ്ട് പറ്റില്ല, മോളെ എനിക്ക് വേണം, എൻ്റെ മോളാണ് അവൾ, നിങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ പറയാം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ആദർശിന് മാത്രം വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ആദർശ് ഇങ്ങനെ പിടിച്ചൊടിയാലേ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾക്ക് സത്യാവസ്ഥ എന്നോട് മാത്രം ഒന്ന് സൂചിപ്പിക്കായിരുന്നു എന്നാണ് അവൻ്റെ മനസ്സിൽ. അപ്പോൾ പറയും നീ പോയി വിളിച്ചിട്ട് വാ, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല, ഇനി പോയി നീ വിളിച്ചിട്ട് പറയുമ്പോൾ അവളായിരിക്കും നീ എന്താ ആലോചിക്കുന്നത് ചെല്ല് എന്ന് പറയും. അപ്പോൾ പറയും സത്യമാണ്, ഞാൻ ഇല്ല ഞാനൊന്നും കൂടെ ആലോചിക്കട്ടെ അറിയാം. അപ്പോൾ പറയും എന്താ ആലോചിക്കാനാണ്, നീ അവളെ പോയി നീ വിളിച്ചിട്ട് വാ, നീ പോയില്ലെങ്കിൽ ഞാൻ പോയി വിളിച്ചിട്ട് വരും, നീ പോയി വിളിച്ചിട്ട് വാ എന്നൊക്കെ പറയും. അപ്പോൾ ആദർശ് പറയാണ് എന്താ വേണ്ടത് ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ തീരുമാനിക്കുമ്പോൾ അറിയാമെന്ന് പറയാം. അപ്പം തീരുമാനിച്ചിട്ട് പറയാമെന്ന് പറയാണ്. എന്തായാലും ഇപ്പോൾ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല, വിളിക്കണോ വിളിക്കേണ്ടതെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ അച്ഛ മുത്തശ്ശൻ അച്ഛ പറയണം ആദർശ്, നീ അവനോട് പോയി വിളിച്ചിട്ട് വരാൻ പറയൂ, മോളെ എങ്ങനെ ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മളെ എന്താ പറയുക, ഇവർ ദേവയാനി ഉള്ള സത്യങ്ങൾ മുഴുവൻ പറയുകയാണ്. ഇങ്ങനെ നയനയാണ് കരൾ തന്നെന്നുള്ള വിവരം അറിഞ്ഞ് അവൾ നല്ല സ്നേഹത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ, അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരുന്നു. അപ്പോൾ ഇനി മോളെ പിരിഞ്ഞിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, മോളെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവസാനം ആദർശ് ഇപ്പോഴും പറഞ്ഞ പോലെ തിരിഞ്ഞ് നടക്കുകയാണ്, പോയി വിളിക്കുന്നില്ല. അതിലത് നമ്മുടെ ദേവയാനി അകപ്പാടെ ആകെ വിഷമിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. എന്തായാലും ആരും മിസ് ചെയ്യേണ്ട കാണുക. നമ്മൾ പത്രമാറ്റ് കഥയാണ്, കുറേ മിസ്റ്റേക്കുകൾ വരും, ക്ഷമിക്കുക. എന്നാലും ഒരു കഥയുടെ ഒരു ചെറിയൊരു ഉള്ളടക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരും മിസ് ചെയ്യേണ്ട, കഥ കേൾക്കുക. പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.